ഇന്ന് രാവിലെ മോളെ അങ്കൻവാടിയിൽ വിട്ടിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് നടുവേദനയായ കാരണം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അലക്കാനുള്ള കുറച്ച് ഞാൻ ആദ്യമേ കൊണ്ടുവന്ന് അലക്കാനിട്ടു. പിന്നെ ഇന്നലെ ഉണക്കായാല മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അത് കപ്പയല്ല കായയും മാങ്ങയും കൂടി ഇട്ടിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണക്കയില വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് വയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചേച്ചിയും കൊച്ചും പോയപ്പോൾ അവർ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയായിരുന്നത് രാവിലെ. അത് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഇത് പയ്യെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കറി വയ്ക്കാൻ ഇത്ര രാവിലെ വൈകിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കായയും മാങ്ങ അരിഞ്ഞതും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉണക്കമീനായത് കാരണം കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. പലയിടത്തും പല രീതിയിൽ വെക്കണമെന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ മാങ്ങ ഉള്ളത് കാരണം ഞാൻ മാങ്ങയിട്ട് വെച്ച് നോക്കിയതാണ്. സാധാരണ മാങ്ങയിട്ട് കായയും പുളിയും ഒക്കെ ഇട്ടിട്ടാണ് വയ്ക്കാറ്. ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് അടച്ചു വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് അമ്മായി വന്നിട്ടുണ്ടായി. കുറച്ചിട്ട് അമ്മായിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അതൊന്ന് തിള വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ആ അയല കഷ്ണങ്ങൾ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടു. ഇപ്പോൾ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വച്ചു. അത് വച്ച് അതൊന്ന് മിക്സാക്കി ഉടഞ്ഞു പോവാതെ പയ്യെ ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കുകയാണ്. തേങ്ങ അരച്ചതിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഒരു അല്പം ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണ് കറിയിലേക്ക് ഒഴിക്കുന്നത്. അതൊഴിച്ചു ഒന്ന് മിക്സ് ചെയ്ത് കഷ്ണം ഉടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും വയ്ക്കാനറിയാവുന്ന കറിയൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതന്ന് അടച്ചു വയ്ക്കാം. പിന്നെ അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ കുറച്ച് കടുക് വറുത്തതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എൻ്റെ മെയിൻ പരിപാടിയിലേക്ക് ഞാൻ കടന്നു. PSC പഠിക്കാൻ. PSCയുടെ ഒരു എക്സാം ഉണ്ട് എനിക്ക് 18-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിൽ ഇനി അടുത്തത് ഇനി മോളെ വിളിക്കാൻ പോകുന്നവരെ ഇതിൻ്റെ പുറകെയായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. കീപ് സപ്പോർട്ടിങ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.